വളഞ്ചാങ്കാനം വാട്ടർഫാൾസിൽ ഇപ്പോൾ വെള്ളമൊന്നുമില്ല കേട്ടോ. ചെറിയ രീതിയിൽ വെള്ളം ചാടുന്നേ ഉള്ളേ. എങ്കിലും യാത്രക്കാരൊക്കെ ഇവിടെ നിർത്തി ചായയും വെള്ളവും ഒക്കെ കഴിച്ചിട്ടാണ് പോകാറ്. കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളൂ. ഇപ്പോൾ അവധി സമയമൊന്നും അല്ലല്ലോ. ശബരിമല സീസണിലൊക്കെയാണ് ഇവിടെ നല്ല തിരക്ക്. ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലം മുറിഞ്ഞപുഴയാണ് കേട്ടോ. ഇവിടെ നിന്ന് ഇടത്തോട്ട് കിടക്കുന്ന വഴിക്ക് പോയാൽ നമുക്ക് പാഞ്ചാലിമേടൊക്കെ പോകാൻ പറ്റുമേ. മുറിഞ്ഞപുഴ അങ്ങ് മുകളിലൊരു നല്ല പള്ളിയൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ പാഞ്ചാലിമേടൊക്കെ പോകുന്ന വഴിക്കാണ് നമ്മൾ പോണേ. നേരെ കിടക്കുന്ന വഴി KK റോഡാണ്. കുമിളി കട്ടപ്പന കോട്ടയം റോഡ്. മുറിഞ്ഞപുഴയിൽ നിന്ന് നമ്മൾ പാഞ്ചാലിമേടിനൊക്കെ പോകുന്ന വഴിക്കുള്ളൊരു കാഴ്ച കാണുന്നത് കേട്ടോ. രാവിലെ സമയത്തൊക്കെ വരുവാണെങ്കിൽ ഇവിടെയൊക്കെ നല്ല കാണാൻ നല്ല അടിപൊളിയായിരിക്കുമേ. ഇപ്പം ഈ വഴിക്ക് റോഡൊക്കെ നല്ല ഭംഗിയായിട്ട് നന്നാക്കിയിട്ടുണ്ട് കേട്ടോ. റബ്ബറൈസർ റോഡാണ് ഇപ്പം. പാഞ്ചാലിമേട് മുറിഞ്ഞപുഴ റൂട്ടിൽ നല്ലൊരു റിസോർട്ടൊക്കെ ഉണ്ട് കൊടുക്കണോ. നല്ല വ്യൂ പോയിൻ്റ് ആയിട്ടുള്ള റിസോർട്ടാണ്. സെർനിറ്റി എന്നാണ് ഇതിൻ്റെ പേര്. നിശബ്ദതയുടെ താഴ്വാരം. ഇവിടെ നമുക്ക് താഴോട്ടൊക്കെ നോക്കിയാൽ നല്ല അടിപൊളി വ്യൂ ആണ് കണ്ടോ. പരുന്തുംപാറ മേഖലയൊക്കെയാണ് കാണുന്നത്. ഇതിൻ്റെ താഴെയും കുറേ കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തിട്ടുണ്ട്. നല്ല ഗാർഡനൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ഫോട്ടോ പോയിൻ്റൊക്കെ ഉണ്ടേ. ഇവിടെ നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാം. പാഞ്ചാലിമേട് സെർനിറ്റി. ഇവിടെ നിന്നും വഴി രണ്ടായിട്ട് തിരിയും കേട്ടോ. താഴോട്ടുള്ള വഴി ചെറുവള്ളിക്കുളം കണയങ്കവയലൊക്കെ പോകുന്നതാണ്. ഈ വലത്തോട്ടുള്ള വഴിയാണ് പാഞ്ചാലിമേട് പോകുന്നത്. പാഞ്ചാലിമേട് നല്ല വളവാണ് കേട്ടോ. നല്ല വളവും കയറ്റവും ഒക്കെയാണ്. പക്ഷേ റോഡ് നല്ല സൂപ്പർ റോഡാണ്. കുറച്ച് മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നല്ല അതിവിശാലമായ വ്യൂ പോയിന്റ് ഒക്കെ നമുക്ക് കാണാവുന്നതാണ്. ഇവിടെ കുറേ അധികം റിസോർട്ടുകളുണ്ട് കേട്ടോ. അതിൻ്റെ എല്ലാ ബോർഡും ഇവിടെ വെച്ചേക്കുന്നുണ്ടോ. പാഞ്ചാലിമേടിൻ്റെ അടുത്തെത്താറായപ്പോൾ ഇവിടെ ഒരു പഴയ വെയിറ്റിംഗ് ഷെഡൊക്കെ കാണാം കേട്ടോ. ഇതിൽ ബസ്സുണ്ടോ എന്ന് അറിയത്തില്ല. ഇവിടുന്ന് അങ്ങോട്ടാണ് പാഞ്ചാലിമേടിൻ്റെ കാഴ്ചകളൊക്കെ കൂടുതലായിട്ട് കിട്ടുന്നത് മുകളിലോട്ട് ചെന്ന് കഴിയുമ്പോൾ. ഈ ഒരു സൈഡെല്ലാം പ്രൈവറ്റ് പാർട്ടിയുടെയാണ് കേട്ടോ. മതിൽ കെട്ടി തിരിച്ചേക്കുക. അതിൻ്റെ ഉള്ളിലെല്ലാം റിസോർട്ടുകളാണ്. ഇവിടുന്ന് താഴോട്ടൊക്കെ നല്ല കാഴ്ചകളൊക്കെ കിട്ടുന്നതാണ്. പക്ഷേ ഒരു മൂടൽ പോലെ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് അങ്ങ് താഴെ റബ്ബറൊക്കെ വെട്ടി കൈത ഇട്ടേക്കുന്ന ഭാഗങ്ങളാണ് ആ കാണുന്നത്. ഇവിടെയൊക്കെ നേരത്തെ കയറി പോകാമായിരുന്നു കേട്ടോ. അതിലേക്ക് അപ്പുറത്തോട്ടൊക്കെ നല്ല വ്യൂ കാണാവുന്നതായിരുന്നു. ഇപ്പോൾ അവിടെയൊക്കെ വേര് കെട്ടി അടച്ചു വെച്ചിരിക്കുക. വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ ഇന്ന് താഴ്വാര കാഴ്ചകളൊക്കെ കാണാനായിട്ടേ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ നാട്ടുകാരുണ്ടാക്കിയതെന്ന് തോന്നുന്നു കേട്ടോ. പനയോലയും മുളയും ഒക്കെ വെച്ചുള്ള ഇരിപ്പിടങ്ങൾ. ഇവിടെ കുറേയധികം കടകളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ആൾ തീർത്ത് കുറവാണ്. ഇടദിവസമൊക്കെ ആയതുകൊണ്ടേ ഒരുപാട് ആളൊന്നുമില്ല. ഉണ്ടല്ലോ അവള് ഓ മഞ്ഞവെള്ളം പിഴി. ഒരു മിനിറ്റ്. അപ്പോൾ നമുക്കിനി അതിൻ്റെ എൻട്രൻസിലേക്ക് പോകാട്ടോ. ഈ പോകുന്ന വഴിയെല്ലാം നല്ല പച്ച ഇല്ലിയൊക്കെ വെച്ച് പിടിപ്പിച്ചേക്കുന്നുണ്ടോ. 25 രൂപ ടിക്കറ്റാണ് ഇപ്പോൾ അങ്ങോട്ട് ചെല്ലുന്നതിന്. നമുക്ക് ആ ഗേറ്റ് കടന്ന് കയറി പോയി ടിക്കറ്റ് എടുക്കണം. ഇത് കണ്ടോ ഒരു പാറ ഇരിക്കുന്നുണ്ടോ. ഇതൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് ഇവിടെ ഇരിക്കുന്നതാണെന്ന് തോന്നുന്നു. അതോ കൊണ്ടുവച്ചാണോ. ഹായ് കൂട്ടുകാർ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നതാ വീണ്ടും പാഞ്ചാലിമേട്ടിലേക്ക് വന്നിരിക്കുന്നു. ഒരു വർക്കിൻ്റെ ഭാഗമായിട്ട് വന്നായിരുന്നേ. അപ്പോൾ ഇവിടെ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വെച്ചു. ഇവിടെ ഇപ്പോൾ പുതിയതായിട്ട് കുറച്ച് റൈഡുകളൊക്കെ തുടങ്ങിയെന്ന് പറഞ്ഞു. അതെന്തൊക്കെയാണെന്ന് കണ്ടിട്ടൊക്കെ നമുക്ക് പോവുകയും ചെയ്യാമല്ലോ. അപ്പോൾ നമുക്ക് ഈ പാഞ്ചാലിമേട്ടിലെ കാഴ്ചകളൊന്ന് കണ്ടുവരാം.
ഇവിടെ ചാർജിങ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. നമുക്കൊരു ടിക്കറ്റൊക്കെ എടുത്ത് കയറി പോകാം. ഇപ്പോൾ ടിക്കറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് 25 രൂപ കേട്ടോ. ക്യാമറ ഒക്കെ ഉണ്ട്, അതിന് പൈസ വേറെ കൊടുക്കണേ. നല്ല ഭംഗിയുള്ളൊരു മരം നിൽക്കുന്നുണ്ടോ ഈ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തായിട്ട്. ഇത് അരളിപ്പൂവാണ് കേട്ടോ. അരളി എല്ലായിടത്തും ഒന്നുമില്ല, റോഡ് സൈഡിൽ ഹൈവേ സൈഡിലൊക്കെ ഇഷ്ടം പോലെ ഇത് കാണാം. അരളി പൂത്ത് നിൽക്കുന്നു. ഇനി ഇത് കണ്ടോ, ഒരുതരം പുല്ല് കണ്ടോ. ഇതെന്ത് പുല്ലാണെന്ന് മനസ്സിലാവുന്നില്ല. പുല്ലാണോ ചെടിയാണോ? പല കളറിലായിട്ടാണ്, പച്ചയും ഉണ്ട്, ഒരുതരം ചുവപ്പും ഉണ്ട് കേട്ടോ. ഈ ചെടി നിറച്ച് പൂത്ത് നിൽക്കുകയാണേ. ഈ ആനയുടെ തുമ്പിക്കയിൽ നിന്നും വെള്ളം ഒഴുകുന്നുണ്ടോ. ഇവിടെ മനോഹരമായൊരു കൽമണ്ഡപം ഉണ്ട് കേട്ടോ. നമുക്ക് അവിടെ കയറി അതൊന്ന് കണ്ടുവരാം. ഇത് ഫുള്ള് കല്ലിലുണ്ടാക്കിയാണ് കേട്ടോ. കല്ലൊക്കെ കുത്തി നല്ല ചിത്രങ്ങളൊക്കെ വരച്ച് ഇതിലൊരു കോഫി ഷോപ്പൊക്കെ ഉണ്ടേ. പഴംപൊരി ബീഫ് കറി ഒക്കെ ഉണ്ടല്ലേ. ആ പൊറോട്ട ഉണ്ടോ? ആ ആ അപ്പം ചായയും കടി മാത്രമല്ല, ആൾ കുറവായുണ്ടല്ലേ. ആ ആ ആൾ കൂടുന്നു. ഓക്കെ ഉണ്ടല്ലേ. ശരി ശരി. ഇതാ പഴംപൊരി ബീഫിനൊക്കെ നല്ല ബോളിംഗ് ആണല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. കൽമണ്ഡപത്തിൽ നിന്ന് നമ്മൾ ഇറങ്ങിക്കഴിയുമ്പം ഇവിടെ 2 ഭരണി ഇരിക്കുന്നുണ്ടോ. ഇവിടെ ഒന്നുണ്ട്, ഇവിടെയും ഒന്നുണ്ട്. നമ്മൾ ആ എൻട്രൻസ് നിന്ന് ഇങ്ങോട്ട് കയറി വന്നു കേട്ടോ. താഴോട്ട് നോക്കുമ്പോൾ അതൊരു വേറെ ലെവലാണ് കാഴ്ച. ഇനി നമുക്ക് ഈ കല്ല് വിരിച്ച പാതയിൽ കൂടെ മുകളിലേക്ക് പോവാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇടദിവസം ആയതുകൊണ്ട് അധികം ആളൊന്നുമില്ല, കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളൂ. ഇവിടെയും നല്ല ഗാർഡനൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പുറത്തെ ഭാഗത്ത് ആ പുല്ലിനൊക്കെ തീയിട്ടിരിക്കുകയാണേ. ഇവിടെ ഒരു എൻട്രൻസ് ആണ്, നമ്മളിവിടെ ഒന്ന് ഇറങ്ങിപ്പോവാം. ആൾക്കാരൊന്നും ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. ആ ഉണ്ടല്ലേ. നല്ലൊരു വള്ളിക്കുടിലൊക്കെ പോലെ മരങ്ങളൊക്കെ ഇങ്ങനെ ചാർത്തി ഒരു തണൽ കൂടാരമൊക്കെ. നേരത്തെ ഇവിടെ എന്തോ നിർമ്മിതിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ പൊളിഞ്ഞു പോയി. ഇതിലെ ഒരു വഴി കാണുന്നുണ്ട്, കുറച്ച് പോയിട്ട് വരാം. ഇതുണ്ട്, ഒരു മരത്തിന് ചുറ്റും കല്ലൊക്കെ കെട്ടി നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ളതാണ്. ആ ഇതിപ്പോൾ അധിക ദൂരം അങ്ങോട്ടില്ലെന്ന് തോന്നി. എന്തായാലും ആ ചൂടത്തുനിന്നൊക്കെ കയറി വന്നു കഴിയുമ്പം ഇവിടെ വന്നു കഴിയുമ്പോൾ ഒരു നല്ല തണുപ്പൊക്കെ കിട്ടുമേ. അപ്പോൾ ഇനി മേലെ അപ്പുറത്തെ റോട്ടിലേക്ക് കയറി പോവാം. ഇനി നമുക്ക് മുകളിലേക്ക് പോവാം. മുകളിൽ അമ്പലമുണ്ട്, പാഞ്ചാലിക്കുളമുണ്ട്, സിപ്പ് ലൈനുണ്ട്, കുരിശുമലയുണ്ട്. അതൊക്കെ കണ്ടുവരാം കേട്ടോ. ഇതിൻ്റെ മുകളിലാണ് അമ്പലമുള്ളത്. അവിടെ ഒരു കിണറൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ആലുണ്ട് അമ്പലത്തിൻ്റെ. അതിൽ കുറേ മാലകളും രുദ്രാക്ഷമൊക്കെ തൂക്കിയിട്ടുണ്ട്. ഇവിടെ വെള്ളത്തിന് ക്ഷാമം കുറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ.
ഇതുകൊണ്ട് ഒരു കിണർ മുകളിൽ ടാങ്ക് വെച്ചിരിക്കുന്നത്. പാഞ്ചാലിമേടിൻ്റെ മാറ്റം കണ്ടോ? ഇതാ സിപ്പ് ലൈൻ. ആളില്ലാന്നേ ഉള്ളൂ. ഇവിടെ മനോഹരമായൊരു കൽബഞ്ച് സജ്ജീകരിച്ചേക്കുന്നുണ്ടോ? വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ ഇങ്ങനെ വന്നിരിക്കുക ഒരു പ്രത്യേക വൈബാണേ. സിപ്പ് ലൈനിൽ ആരുമില്ല, അവിടുത്തെ സ്റ്റാഫുകൾ മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു. സിപ്പ് ലൈനിൽ ആളില്ലേ? ആളില്ലേ? ഞാൻ കയറുന്നില്ല, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ഇതെന്നാ പറഞ്ഞേ? ഒരു മാസമായി അല്ലേ? അവധി ദിവസങ്ങളിലൊക്കെ ആളുണ്ടല്ലേ? ആ, എത്ര റേറ്റ്? 350 രൂപ. എത്ര മീറ്ററാ? 450 മീറ്റർ ഉണ്ടല്ലേ? ആ ആ. അപ്പോൾ ഞാൻ കണ്ടിട്ട് വരാം. ഇതാ പുതിയതായിട്ടുള്ള പാഞ്ചാലിമേട്ടിലെ സിപ്പ് ലൈൻ. ഇവിടെ നിന്ന് 450 മീറ്റർ ദൂരമുണ്ട് താഴോട്ട് കേട്ടോ. അതിനാണ് അവർ 350 രൂപ ചാർജ്. അത് വലിയൊരു കൂടുതലൊന്നുമല്ല നമ്മുടെ വാഗമണിലേക്ക് വെച്ച് നോക്കുമ്പോൾ. പക്ഷെ ഇവിടെ എല്ലാം ഉണക്ക് ബാധിച്ച് കംപ്ലീറ്റ് കണ്ടോ. മരങ്ങളെല്ലാം താഴെല്ലാം തീയിട്ട കാരണം മരങ്ങളെല്ലാം കരിഞ്ഞാണ് നിൽക്കുന്നത്. ഓ, നല്ല ചൂടായി ഇങ്ങോട്ട് വന്നപ്പോൾ. നല്ല വെയിലാണ് കേട്ടോ. നല്ല വെയിലെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഈ പുല്ലെല്ലാം തീയിട്ട കാരണം ഉണ്ടല്ലോ, എല്ലാം ഉണങ്ങിക്കരിഞ്ഞിരിക്കും. നമ്മൾ ഈ വഴി സൈഡിൽ ഈ നടന്നു പോകുന്ന വഴിയുടെ സൈഡിലുള്ള ഈ പച്ചപ്പ് മാത്രമേ ഉള്ളൂ. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, മൊത്തമായിട്ടും തീ കത്തി അതിൻ്റെ കൂടെ നല്ല ചൂടും. ഇതാ ഇവിടെയും ഒരു കൽബണ്ടമുണ്ട് കേട്ടോ. നമുക്കിവിടെ കയറിയാൽ താഴോട്ടുള്ള കാഴ്ചകൾ എത്ര കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എല്ലാം മൂടലായിട്ട് കിടക്കുക. കുറച്ച് പിള്ളേരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. താഴോട്ടുള്ള കാഴ്ചകൾ ഇതൊക്കെയാണ് കേട്ടോ. പരുന്തുംപാറ ഭാഗങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാം. കാലാവസ്ഥ നല്ലതാണെങ്കിൽ ഇപ്പോൾ ഒരു മൂടൽ ബാധിച്ച് കിടന്നുകൊണ്ട് ക്ലിയറായിട്ട് ഒന്നും കാണത്തില്ല. ഈ മലയെല്ലാം തീ കയറി കത്തി നശിച്ച് കിടക്കുക. ഇവിടെയും ആ താഴെ ഉള്ളതുപോലെ തന്നെ മനോഹരമായൊരു കൽമണ്ഡപമാണ് കേട്ടോ. ഇതാണോ ഈ തൂണിലൊക്കെ ചിത്രപ്പണികളൊക്കെ ചെയ്തേക്കുന്നത്. ഇതോ അവിടെ ഒരു കൽമണ്ഡപമുണ്ട്. ഈ വഴി കുരിശിൻ്റെ വഴിയാണ് കേട്ടോ. ദുഃഖ വെള്ളിയാഴ്ചയൊക്കെ ഇതിലേക്ക് ഒരുപാട് ആൾക്കാർ വരും. ആ മലയുടെ മുകളിൽ നമുക്ക് അമ്പലം കാണാം. തിരിച്ചു പോകുമ്പോൾ നമുക്ക് അവിടെ കയറിയിട്ട് പോവാം. ഇപ്പം ഒരു ചെറിയ കാറ്റൊക്കെ വരാൻ തുടങ്ങി കേട്ടോ. അപ്പുറത്തെ സൈഡിൽ കൂടെ നമ്മൾ കയറി വന്നപ്പം ഭയങ്കര ചൂടായിരുന്നേ. ഇപ്പം താഴ്ഭാഗത്തു നിന്നൊക്കെ ചെറിയ രീതിയിൽ കാറ്റൊക്കെ കയറി വരുന്നുണ്ട്. ഈ കുരിശിൻ്റെ വഴി കയറിപ്പോയിട്ട് അങ്ങ് മുകളിലൊരു വലിയ കുരിശുണ്ട് കേട്ടോ. അവിടം വരെയാണ് അതിൻ്റെ. അവിടം വരെ നമുക്ക് പോയി നോക്കാം. ദൂരെ നമുക്ക് പാഞ്ചാലിക്കുളം കാണാം കേട്ടോ. ഇവിടെയൊക്കെ ഒരുപാട് സോളാർ ലൈറ്റുകളൊക്കെ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. വൈകിട്ടൊരു സന്ധ്യ മയങ്ങുന്ന വരെയൊക്കെ ഇവിടെ ആൾക്കാരുണ്ടാവും. നല്ല വെയിലായിപ്പോയി. അല്ലെങ്കിൽ ആ കസേരയിൽ കുറച്ച് നേരം ഇരിക്കാമായിരുന്നു അല്ലേ. ഇപ്പം നമ്മൾ അവിടെ കയറിയിരുന്ന ആൾക്കാർ വിചാരിക്കും നമുക്ക് വട്ടാണ്. കാരണം ഇത്രയും വെയിലുള്ള സമയത്ത് ആരെങ്കിലും അവിടെ ഇരിക്കും. അങ്ങനെ നമ്മൾ ഈ മൂന്നാമത്തെ കൽമണ്ഡപത്തിൻ്റെ അടുത്ത് വന്നു കേട്ടോ. ഇവിടെ ഇറങ്ങി നിന്ന് നമുക്ക് താഴോട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കൊള്ളാം കേട്ടോ. നല്ല കാറ്റാണ് താഴേന്നേ. പാഞ്ചാലിക്കുളത്തിലേക്ക് പോകുന്ന റോഡ് കണ്ടോ. ആ റോഡേ ഇറങ്ങിപ്പോയാൽ നല്ല വെയിലാണ്. അല്ലെങ്കിൽ നമുക്ക് അവിടെ വരെ പോകാമായിരുന്നു. നോക്കി അവിടെ നിന്ന് ഇങ്ങോട്ട് റോഡ് വിട്ടിരിക്കുക. അത് മാത്രമല്ല തീ കയറിപ്പോയപ്പോൾ ഇവിടെയൊക്കെ ഒരു വല്ലാത്തൊരു അഫങ്ങി പോലെ അല്ലേ കാഴ്ചകൾ. നമുക്ക് ഈ കൽമണ്ഡപത്തിൽ നിന്നാൽ അപ്പുറത്തെ കൽമണ്ഡപം കാണാം കേട്ടോ. എനിക്ക് തോന്നുന്നു ആ ഒരു കൽമണ്ഡപമാണ് ഏറ്റവും നല്ല സൈറ്റിലായിട്ട് ഇരിക്കുന്നത്. പാഞ്ചാലിക്കുളം വരെ ഒന്ന് പോയാലോ. പാഞ്ചാലിയുടെ കുളം DTPC വലിച്ചു കീറി ഈ പരുവത്തിലാക്കി, വിസ്തീർണമാക്കി. ഇനി നമുക്ക് ഈ മലയിലും കൂടെ ഒന്ന് കയറിയിട്ട് വരാം അല്ലേ. ഇവിടം വരെ ഏതായാലും വന്നാലേ വെയിലാണേലും ഈ മലയിലേക്ക് നമ്മൾ വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കും. ഇവിടെ കേട്ടോ കുറേ ബോർഡുകളൊക്കെ വെച്ചിരിക്കുന്നുണ്ട്. ഇടിമിന്നലുള്ള സമയങ്ങളിൽ ആരും മുകൾ ഭാഗങ്ങളിൽ നിൽക്കാൻ പാടില്ല. അത് ശരിയാണ്.
ഇവിടെയൊക്കെ ലൈറ്റ്നിങ് അറസ്റ്റ് ഒന്നും അങ്ങനെ കാണുന്നില്ല. ഈ ഉയരം കൂടിയ സ്ഥലത്തൊക്കെ ഇടിമിന്നൽ ഏൽക്കാൻ ചാൻസ് കൂടുതലുണ്ട്. ഇവിടെ നിന്നൊക്കെ അങ്ങോട്ട് നല്ല കാഴ്ച കേട്ടോ. നമ്മളിങ്ങനെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ താഴെ റോഡൊക്കെ നമുക്ക് കാണാം. ആ റോഡ് മുറിഞ്ഞവഴിയിൽ നിന്ന് കണയങ്കവയിലേക്ക് പോകുന്ന റോഡാണ് കേട്ടോ. അതിൻ്റെ താഴെ കൂടെ വേറൊരു റോഡും കൂടെ ഉണ്ടേ. അത് ചെറുവള്ളിക്കുളത്തേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ നമ്മൾ മെല്ലെ മലയുടെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മലയെന്ന് പറഞ്ഞാൽ അത്ര ഭയങ്കര കയറ്റമുള്ളൊരു മലയൊന്നുമല്ല, എന്നാലും ചെറിയൊരു കയറ്റമൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് മലയുടെ മുകളിൽ ചെന്ന് കഴിഞ്ഞ് അവിടുത്തെ നിന്ന് താഴോട്ടുള്ള കാഴ്ചകൾ കാണാം. ഒരു നല്ല ഓഫ് റോഡ് തന്നെയാണ് കേട്ടോ ഈ മലയിലേക്കുള്ള വഴി. ചെറിയ കയറ്റമാണെങ്കിലും നല്ല മടുപ്പുണ്ട് കേട്ടോ കയറി വരുമ്പോൾ. പിള്ളേർ സെറ്റൊക്കെയാണ് ഓടിക്കോളും. നല്ല കാറ്റാ. വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് പാഞ്ചാലിക്കുളത്തിൻ്റെ സൗന്ദര്യമൊക്കെ ഇങ്ങനെ ആസ്വദിക്കാം കേട്ടോ. ഭീമസേനൻ പാഞ്ചാലിക്കായിട്ട് ഉണ്ടാക്കി കൊടുത്തൊരു ചെറിയ കുളമായിരുന്നു. ഇപ്പോൾ അതിൻ്റെ വലിപ്പം കണ്ടോ എന്തുമാത്രമായി. നല്ലപോലെ വെള്ളം കയറ്റിയാൽ ബോട്ടിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ഈ കാടിൻ്റെ നടുക്കൂടെ അങ്ങോട്ടൊരു വഴിയുണ്ട് കേട്ടോ. അതങ്ങനെ അതേ ചെന്ന് വട്ടം കറങ്ങി ഈ പാഞ്ചാലിക്കുളത്തിലേക്ക് ഇറങ്ങുന്നത്. പിന്നെ തിരിച്ച് അവിടുന്ന് ആ മൺറോടെ നമ്മൾ വന്ന വഴിക്ക് തന്നെ തിരിച്ച് എങ്ങനെ അങ്ങ് പോകണം. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ എന്തൊരു ഭംഗിയല്ലേ. ഇവിടെ ഇച്ചിരി തീ കത്തിയെടുത്ത് കുറച്ച് പച്ച പുല്ലും കൂടെ മുളച്ചെങ്കിൽ അതിഗംഭീരമായ കാഴ്ചയാണ്. ഇനി നമുക്കിവിടെ ഈ വെയിലത്ത് വേണമെങ്കിൽ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കാം കേട്ടോ. ഇവിടെ മറ്റാൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്നെ കണ്ടിട്ട് വട്ടമെന്നൊന്നും ആരും പറയത്തില്ല. വെയിലത്ത് വന്നിരിക്കുന്ന കണ്ടിട്ട് എന്നെ കണ്ടിട്ട് ഇപ്പം വട്ടാണെന്ന് പറയണത് നിങ്ങൾ പറയണം. കാരണം ഇത് ഇനിയിപ്പോൾ കാണുന്നത് നിങ്ങളല്ലേ കാണത്തുള്ളൂ. അപ്പം നമുക്ക് ഇനി മുകളിലോട്ട് പോയാൽ കുറച്ച് കാഴ്ചകളും കൂടെ കാണാനുണ്ട്. അങ്ങനെ നമ്മൾ ഈ മലയുടെ നെറുകയിലെത്തി കേട്ടോ. ഇവിടെ ഒരു ബലിപീഠവും ഒരു കുരിശടിയൊക്കെ നമുക്ക് കാണാം. ദുഃഖ വെള്ളിയാഴ്ചകളിലും ആദ്യ വെള്ളിയാഴ്ചകളിലൊക്കെ ഇവിടെ ആരാധനയും മറ്റു കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. കണയങ്കൽ വയൽ ചർച്ചിൻ്റെ കീഴിലുള്ള ഒരു കുരിശടിയായതെന്ന് എനിക്ക് തോന്നുന്നത്. എല്ലായിടത്തും റിസോർട്ടുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട് കേട്ടോ. കണ്ടോ ഇവിടെ ഒരെണ്ണം ഇരിക്കുന്നത്. പിന്നെ ഇനി നമ്മൾ അങ്ങോട്ട് നോക്കിയാൽ കണയങ്കവയൽ സിറ്റിയൊക്കെ നമുക്ക് കാണാം. ആ കാണുന്നതാണ്. ഒരിക്കൽ നമ്മൾ കണയങ്കവയലിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ. അത് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ടേ. എന്താണെങ്കിലും ഇരുന്നതാണോ ഇതൊന്നും നമ്മൾ ആലോചിച്ച് പോകും കേട്ടോ. പക്ഷേ ഇത് ഒരു മുനിയറയുടെ ബാലൻസ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് കേട്ടോ. എന്നാൽ ഭയങ്കര ഒരു കല്ലാന്ന് നോക്കി. ആ കല്ലിന് ഒരു 2 ആളെങ്കിലും നീളമുണ്ടേ. നമ്മളിങ്ങനെ കാണുമ്പോൾ ഈ കുത്തിച്ചാരി വെച്ചിരിക്കുന്നുണ്ട് ഒരു കല്ല്. ഇവിടെയൊക്കെ മുനിമാരുണ്ടായിരുന്നു, മുനിയറകളും ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ ആദ്യകാലങ്ങളിലൊക്കെ. പിന്നീട് അതെല്ലാം നാമാവിശേഷമായിപ്പോയി. അപ്പുറത്തുണ്ടോ 2 കല്ലുകളൊക്കെ പൊങ്ങിയിരിക്കുന്നത്. അതും മുനിയറയുടെ ഭാഗങ്ങളൊക്കെയാണേ. കുറച്ചുകൂടെ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ അതെന്താണെന്ന് നമുക്ക് മനസ്സിലാവും. അന്നത്തെ കാലത്തെ ആൾക്കാരുടെ ഒരു ആരോഗ്യം എത്രയായിരുന്നു അല്ലേ. ഇതുപോലുള്ള കല്ലൊക്കെ അവർ ഒറ്റയ്ക്ക് എടുക്കുമായിരുന്നു. ഇന്നുള്ള ആൾക്കാർക്ക് അതൊന്നും അനക്കാൻ പോലും സാധിക്കില്ല. JCB വല്ലതും വേണ്ടി വരും. ഇതാണ് അന്നത്തെ മുനിയറയുടെ ഭാഗങ്ങൾ. ഉണ്ടോ ആ കല്ലൊക്കെ എടുത്തു വെച്ച പോലെ ഇരിക്കുന്നത്. നമുക്ക് ഇതിലേ അങ്ങനെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ അപ്പുറത്ത് ചെന്നിട്ട് നമുക്ക് പാഞ്ചാലിക്കുളത്തിന് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നു. ഏതായാലും ഇവിടം വരെ വന്നാലേ നമുക്ക് അതൊന്ന് ഇറങ്ങി നോക്കിയിട്ട് പോകാല്ലേ. ആ മരത്തിൻ്റെ ചോട്ടി 2 പേര് ഇരിപ്പുണ്ട്. എന്നെ കണ്ടപ്പോൾ അവർ കുടയൊക്കെ ചൂടി മുഖമൊക്കെ മറച്ചങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ നിന്നുള്ള പരുന്തുംപാറ ഭാഗത്തിനൊക്കെ കാഴ്ചകളുണ്ട്. മൊത്തം മൂടി കിടക്കാട്ടോ. വ്യക്തമായിട്ട് നമുക്കൊന്നും കാണാൻ സാധിക്കുന്നില്ല. എന്തായാലും കണ്ടാൽ ഭാഗ്യം. ഇവിടെ ഇവർ ആദ്യം ഒരു ബൗണ്ടറിയൊക്കെ ഇങ്ങനെ ചെത്തി തെളിച്ചതിന് ശേഷം കേട്ടോ താഴെ തീയിട്ടെ. കാരണം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് തീ അധികം കയറാതിരിക്കാനുള്ളൊരു പരിപാടിയാണ് ഈ ബൗണ്ടറി ഇങ്ങനെ തെളിച്ചിരുന്നത്. പാഞ്ചാലി കുളത്തിലേക്ക് നമ്മളങ്ങനെ ഇറങ്ങി പോകുന്നില്ല കേട്ടോ. ആ സിപ്പ് ലൈൻ ലാസ്റ്റ് വന്ന് നിൽക്കുന്ന അവിടെയാണേ. ഇതിലിനി വെള്ളമൊക്കെ നിറച്ച് ബോട്ടിംഗ് ഒക്കെ തുടങ്ങുകയെന്ന് നമ്മൾ അറിയുവാണെങ്കിൽ അപ്പോൾ നമുക്കൊന്ന് വരാം. താഴെ ഇറങ്ങി ചെന്നാലും ഈ കണ്ട പോലെയൊക്കെ തന്നെ ഇച്ചിരി കൂടെ അടുത്ത് കാണാമെന്ന് മാത്രമേ ഉള്ളൂ. വേറെ കാഴ്ചയൊന്നും അവിടെ പ്രത്യേകിച്ചില്ല. പിന്നെ ഈ പാഞ്ചാലിക്കുളം ഇവിടെ വരുന്നതിന് മുമ്പ് ഈ വെള്ളമായിരുന്നു കേട്ടോ. തെക്കേമല ഭാഗത്തേക്കൊക്കെ ഓസിട്ടൊക്കെ ഇവിടെ നിന്നൊക്കെ വെള്ളം കൊണ്ടുപോകാമെന്ന് പറയുന്നത് കേട്ടെ. നല്ല കുടിവെള്ള സ്രോതസ്സുള്ളൊരു സ്ഥലമാണ് ഇവിടെയൊക്കെ. അതൊക്കെ ഇനിയിപ്പോൾ അതിനകത്ത് വെള്ളം കുടിക്കാനൊന്നും കൊള്ളത്തില്ല. അതിലെ ഇനി ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ കിടക്കത്തേ ഉള്ളൂ.
ഒരു പരുന്തിങ്ങനെ പറന്ന് നിന്ന് കാറ്റായതുകൊണ്ട് അവനെ പോകുന്ന പോക്ക് നോക്കി. അത് ആ കുളത്തിൻ്റെ മുകളിലെത്തി. നല്ല ശക്തമായ വെയിലാണ് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ കേട്ടോ. ഇവിടെ ഇപ്പോൾ വലിയ കാറ്റൊന്നും കിട്ടുന്നില്ല. അങ്ങനെ ചെരുവിനാണെങ്കിൽ കാറ്റുണ്ടേ. ഇവിടെ അത്ര ഒരു സുഖമായിട്ട് തോന്നുന്നില്ല. നല്ല പൊള്ളുന്ന വെയിലാണ്. പിന്നെ നമ്മുടെ പാഞ്ചാലിമേടിൻ്റെ കാഴ്ചകൾ ഇത്രയൊക്കെ തന്നെയാണുള്ളൂ കേട്ടോ. ഇവിടെ ഇനിയും കുറേ വികസന കാര്യങ്ങളൊക്കെ കൂടെ വരാനുണ്ട്. DTPC ഇവിടെ എന്തൊക്കെയോ കാര്യമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ കേരള ഗവൺമെൻറ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഇവിടേക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഒന്നുകൂടെ ഇവിടെ വരേണ്ടി വരും. അപ്പം ഇവിടുത്തെ കാഴ്ചകൾ ഇതിനെക്കാട്ടി കുറച്ചും കൂടെ ഭംഗിയുള്ള കാഴ്ചകളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് അപ്പോൾ വീണ്ടും ഒന്നും കൂടെ വരാം. ഇപ്പോൾ തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുവാണ്. ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.